ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ടും പറയാനുണ്ട്, നെഗറ്റീവായിട്ടും പറയാനുണ്ട്. കഴിവതും ജെൽ പേസ്റ്റുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ജെൽ പേസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു മൗത്ത് ഫ്രഷ്നെസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ ജെൽ പേസ്റ്റ്, നോ പ്രോബ്ലം. പക്ഷേ ഡെന്റൽ ക്ലീനിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അല്പം എബ്രേസീവിന്റെ കണ്ടന്റ്, അതായത് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, അതായത് നമ്മൾ ഇപ്പുറത്തോടെ നോക്കുമ്പോൾ അപ്പുറം കാണാൻ പറ്റാത്തില്ല വൈറ്റ് കളറുള്ള പേസ്റ്റോ അങ്ങനത്തെ ഏത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ നിങ്ങളുടെ, പക്ഷേ എന്ത് യൂസ് ചെയ്യരുത് എന്ന് പറയേണ്ടതാണ് എനിക്ക് തോന്നിയ കഴിഞ്ഞ കുറേ നാളായിട്ട് തോന്നുന്നത്. നമുക്ക് ഒരുപാട് പരസ്യം, ഞാൻ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെയോ ഒരു കമ്പനിയുടെയോ ഒന്നിൻ്റെയും ഒരു പേസ്റ്റിൻ്റെ പോലും പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തലവേദന വരുന്നു, ഞാനൊരു പാരസിറ്റമോൾ കഴിക്കുന്നു. എനിക്കൊരു തലവേദന വരുന്നു, ഞാൻ ഒരു പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നു. എനിക്കൊരു തലവേദന വരുന്നു, ഞാനൊരു വെള്ളം കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു. ഈ തലവേദനയുടെ കാരണം അറിയാതെ നമ്മൾ എല്ലാ തലവേദനയ്ക്കും പാരസിറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതേ പ്രോബ്ലം തന്നെയാണ് മെഡിസിനൽ പേസ്റ്റസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം. അതായത് ഇപ്പം സെൻസിറ്റിവിറ്റി എന്ന് വരുമ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞു, ഇന്ന പേസ്റ്റ് മേടിച്ച് ഉപയോഗിച്ചാൽ മതി, പുളിപ്പ് മാറും. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പുളിപ്പ് ഉണ്ടായി? പല്ലിലെ കേട് കാരണമാണോ? പല്ലിന് പൊട്ടലുണ്ടായത് കൊണ്ടാണോ? അതോ പല്ലിൻ്റെ സൈഡിലെ മോണ ഇറങ്ങിപ്പോയിട്ട് പല്ലിലെ തേയ്മാനം വന്നുകൊണ്ടാണോ? ഇതിലെ ചെറുതായിട്ടൊന്നും മോണ ഇറങ്ങിപ്പോയി ഒരു ചെറിയ തേയ്മാനം കാരണമുള്ള പുളിപ്പാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് പല്ല് കാരണമാണ് പുളിപ്പ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതായത് ഒരു 500 rupees to 1000 rupees ഒരു ഹാഫ് ആൻ അവറിൽ നിങ്ങൾക്ക് ഒരു പല്ല് റെസ്റ്റോർ ചെയ്ത് സംരക്ഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, അതിൻ്റെ ശരിക്കുള്ള കാരണം കണ്ടുപിടിക്കാൻ വൈകുന്നത് കൊണ്ട് അൾട്ടിമേറ്റ്ലി ആ പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ട സിറ്റുവേഷനോ അല്ലെ പല്ല് എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പേസ്റ്റ് ആണോ എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. അത് ഡിസൈഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ഡെന്റിസ്റ്റിനെ കാണിച്ച് അവരുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഇന്ന പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ? കുഞ്ഞുങ്ങൾ ഈ പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു 2 വയസ്സ് വരെ എയ്തർ കുഞ്ഞുങ്ങൾ തുപ്പുന്ന പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റ് യൂസ് ചെയ്യാം. മെനഞ്ഞാന്നുകൂടി എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്ന സമയത്ത് അവരുടെ കുഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേസ്റ്റ് ക്ലോസപ്പ് ആണ്. ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ആ കുഞ്ഞ് ഉപയോഗിക്കുന്ന പേസ്റ്റ് നോർമലി അവരുടെ പേരൻസ് ഉപയോഗിക്കുന്ന റെഡ് കളറിലുള്ള ക്ലോസപ്പ് ആണ്. ഇത് ആ കുഞ്ഞിന് ആവശ്യമുള്ള പേസ്റ്റ് ആണോ? അല്ല. ഇത് ആ കുഞ്ഞിന് ആവശ്യമില്ലാത്ത പേസ്റ്റ് ആണോ? അതെ. ബിക്കോസ് ആ കുഞ്ഞിന് ഇപ്പോൾ ആവശ്യമുള്ളത് ഒരു ഫ്ലൂറിഡേറ്റഡ് പേസ്റ്റ് ആണ്. അത് പല്ലിലുള്ള ഇനാമൽ കട്ടിയാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലൂറൈഡ് പേസ്റ്റ് ആണ് വേണ്ടത്. അതിന് പകരം ആ കുഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആവശ്യമില്ലാതെ അവർക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഒരു ഉപകാരമില്ലാത്ത ഒരു ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിവതും ഫ്ലൂറൈഡ് പേസ്റ്റുകൾ ഉപയോഗിക്കുക. പ്രായം നോക്കി ഡെന്റിസ്റ്റിനെ കാണിച്ച് ആവശ്യമുള്ള പേസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഉപയോഗിക്കുക.